എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ്, പാവയ്ക്ക ഫ്രൈ. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് മീഡിയം സൈസ് 3 പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാവയ്ക്ക ഫ്രൈ ചേർക്കാനുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കടലമാവ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ്, 1/2 ടീസ്പൂൺ അരിപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും. ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. ഇത്രയുമാണ് പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മൾ സാധാരണ വട്ടത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോ അങ്ങനെയല്ല, വട്ടത്തിലല്ല കട്ട് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പാവയ്ക്ക നമുക്ക് ആദ്യം ഈ 2 സൈഡും ഒന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെടുകെ ഇതിനെ ഒന്ന് കീറിയെടുക്കാം. വീണ്ടും ഇതിനെ 2ആയിട്ട് കീറാം. ഈ ഒരു കണക്കിന് നമുക്ക് കീറിയെടുക്കാം. നമുക്ക് ഇതിന്റെ കുരുവെല്ലാം കളയാം. ഈ ഒരു കണക്കിന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ വലിയ കഷ്ണമാണെങ്കിൽ അതിനെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുവിധം അധികം കയ്പില്ലാത്ത പാവയ്ക്കാണ്. നല്ല കയ്പുള്ള പാവയ്ക്കാണെങ്കിൽ കുറച്ച് ഇതിന്റെ മേൽഭാഗം ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ടെടുത്താൽ നല്ല പച്ച പാവയ്ക്കൊക്കെ നമുക്ക് കിട്ടത്തില്ലേ, നല്ല പച്ച കളറിലുള്ള, അത് കുറച്ചുകൂടെ കയ്പുള്ളതാണ്. അപ്പൊ അതാണ് കിട്ടുന്നതെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇതിന്റെ ഈ മേൽഭാഗം ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ടെടുത്താൽ അധികം കയ്പ് തോന്നത്തില്ല. ഈ രീതിയിൽ ഉണ്ടാക്കിയാലും അധികം കയ്പ് തോന്നത്തില്ല. കുട്ടികളെല്ലാം കഴിക്കും. സാധാരണ പാവയ്ക്ക് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ വട്ടത്തിലരിഞ്ഞുണ്ടാക്കി ആരും കഴിക്കത്തില്ല. പക്ഷെ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര. പാവയ്ക്കെല്ലാം നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കയ്പൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് മസാല എല്ലാം വരട്ടാം. ഇനി നമുക്ക് ഈ പാവയ്ക്ക നല്ലപോലെ കഴുകി ഈ വെള്ളം എല്ലാം ഊറ്റിയെടുക്കാം. പാവയ്ക്ക വെള്ളം എല്ലാം ഊറ്റി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലകളും ചേർക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി, കുറച്ച് മതിയാവും അരിപ്പൊടി, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കടലമാവ്, കറിവേപ്പില ഒന്ന് നുറുക്കിയെടുക്കണം, 1 ടീസ്പൂൺ ഉപ്പ്, എടുത്തു വെച്ചിരിക്കുന്ന തൈര്, എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വെള്ളം എല്ലാം വാർത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ പാവയ്ക്കും ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരപ്പെല്ലാം ഇതിൽ പിടിച്ച് കിട്ടണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കാം. മസാലയെല്ലാം ഒന്ന് പാവയ്ക്കയിൽ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പാനിൽ കൊള്ളുന്ന അത്രയും ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ട് വേണം മുരിക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. വളരെ സ്വാദിഷ്ടമായ ഒരു പാവയ്ക്ക ഫ്രൈ ആണിത്. വട്ടത്തിൽ അരിഞ്ഞ് വെക്കുന്നതിനേക്കാളും കയ്പോ അങ്ങനെ ഒന്നും കാണത്തില്ല. കുട്ടികളെല്ലാം കഴിക്കും. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മീന് ഫ്രൈ ചെയ്ത പോലെയൊക്കെ ഇരിക്കും ഏതാണ്ട്. ഒരു വശം ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. പാവയ്ക്ക എല്ലാം മറിച്ചിട്ട് കൊടുത്തു. മറ സൈഡ് മൂക്കണം നല്ലപോലെ. തീ സിമ്മിൽ തന്നെ വെച്ചാൽ മതി. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കയ്പ് ഒട്ടുമേ അറിയത്തില്ല. നല്ല ടേസ്റ്റിയുമാണ്. പാവയ്ക്ക ആണെന്ന് തന്നെ അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും. പാവയ്ക്ക എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം. ഇതുണ്ട് നമ്മള് നല്ല ക്രിസ്പി ആയിട്ടുള്ള
പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്റെ പാവയ്ക്ക ഫ്രൈ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്